നിങ്ങൾക്ക് എത്തണ ഒരു വിഷമം? ഡേ മണിയാ, നീ ഒന്ന് മിണ്ടായിരി. അടിപൊളി തന്നെ നിങ്ങൾ. ഞാൻ വല്ല നിങ്ങൾ എന്തിന് വണ്ടി ഇവിടെ നിർത്തിയത്? ഇവിടെ തന്നെ ഇത് ആരെ വീടെന്ന് അറിയാമോ? മറ്റേ ലീലാമ്മയുടെ. നിങ്ങൾ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? എന്നെ പിടിക്കരുത്, എന്നെ പ്രതികാരിച്ചുള്ള പരിപാടിയാണ്. ഞാൻ പറയുന്നത് പോവാ. അല്ല എന്നെ കേട്ടോ ഇല്ലേ? ഇവിടെ തുറന്നാൽ തുറക്കുന്നു. എന്താ അവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വന്നായിരുന്നു. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അല്ല, ഈ പുറത്തേക്കുന്നതാണ്. എന്താ ബാലപ്പന് പേടിയാവുന്നുണ്ടോ? പേടിയുടെ ഒന്നുമല്ല, പോകാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് വാ, ഇപ്പൊ തന്നെ പോവാം. ഭഗവാനെ, നേരെ കവളത്താണോ കിട്ടുന്നത്? കാത്തുകൊള്ളണേ. ബാലപ്പൻ ഇരിക്കൂ. അയ്യോ വേണ്ട മാഡം, ഞാൻ ഇവിടെ നിന്നോളാം. ബാലപ്പൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ബാലപ്പനെ തല്ലാനൊന്നും അല്ല വിളിച്ചത്. എനിക്ക് ബാലപ്പന്റെ ഒരു സഹായം വേണം. ഇത്തവണ വനിതാ വേദിയിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക. ബാലപ്പൻ ഇരിക്കൂ. ഓ, അല്ല, ഇക്കാര്യത്തില് ഞാൻ എങ്ങനെയാ മാഡത്തിനെ സഹായിക്കുന്നത്? ബാലപ്പനെ എന്നെ സഹായിക്കാൻ പറ്റൂ. ഇത് 15,000 രൂപയുണ്ട്. 15,000? അല്ല, ഇത് എനിക്കെന്തിനാ മാഡം? ഈ ഇലക്ഷന് ബാലപ്പൻ എന്റെ കൂടെ നിൽക്കണം. ഓ, വനിതാ വേദിയിലെ ഓരോ മെമ്പർമാരെയും നമുക്ക് വീട്ടിൽ ചെന്ന് കാണണം. അതൊക്കെ ഞാൻ ഏറ്റു. അതുമാത്രം പോരാ, നമുക്ക് ആരൊക്കെ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റ് തയ്യാറാക്കിയാലേ എനിക്ക് ജയിക്കാൻ ഇനിയും ആൾ ആവശ്യമുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് കരുക്കൾ നീക്കാനും കഴിയൂ. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഡം ഇത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ബാലപ്പൻ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. പിന്നെ കാശിന് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അത് ഞാൻ മടിക്കൂല. പക്ഷെ ഒരു കാര്യം. എന്താ മാഡം? ഞാൻ ജയിക്കണം, മനസ്സിലായല്ലോ? ഇവരെങ്ങാനും തോറ്റ ഈ പണം തിരികെ ചോദിക്കൂ അമ്മ. മാഡം. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ ശരി, ബാലപ്പൻ പോയിക്കോളൂ. ആഹാ, ചേച്ചി ഇതെന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നേ? വനിതാവേദിയുടെ ഇലക്ഷനെ മറ്റന്നാളാ. ചേച്ചിയുടെ ഇരിപ്പ് കണ്ടാ തോന്നുന്നു 6 മാസം കഴിഞ്ഞിട്ടാണെന്ന്. മണിയാ, കഴിഞ്ഞ 4 വർഷവും ഞാനാ തുടർച്ചയായി വനിതാ വേദിയുടെ പ്രസിഡന്റ്. ഇത്തവണയും ഞാൻ ഇങ്ങനെ ഇരുന്നാലും ജയിക്കും. ചേച്ചി ഇത് മുമ്പത്തെ പോലെ അല്ല. ചേച്ചിയുടെ എതിർ സ്ഥാനാർത്ഥി ചേച്ചി പരിചയപ്പെട്ടില്ലല്ലോ, അതാ ഇങ്ങനെ പറഞ്ഞത്. എടാ, ഈ ചായ ഞാനല്ലേ ചോദിച്ചത്? അത് ഈ ഇലക്ഷന്റെ ചൂടിന്റെ ഇടയിൽ ഞാനതങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ തന്നെ ഒരു ചായയിൽ എന്തോന്ന് ഇരിക്കുന്നു. കൊള്ളാം. അപ്പൊ ചേച്ചി, എതിർ സ്ഥാനാർത്ഥിയെ നമുക്കൊന്ന് പരിചയപ്പെടണം. അങ്ങനെ നമുക്കവരുടെ മനസ്സിരിപ്പ് ചോർത്തിയെടുക്കണം. എന്നിട്ട് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാം. അതിന് എനിക്ക് അവരെ പരിചയം പോലും ഇല്ലല്ലോ. മണിയാ, നിനക്ക് അവരെ പരിചയമുണ്ടോ? കൊള്ളാം, പരിചയം ഉണ്ടെന്നാ. ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് പരിചയം ഉണ്ടെങ്കിൽ അത് അവരെ മാത്രമായിരിക്കും. എങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം അവരെ ഒന്ന് പരിചയപ്പെടാൻ പോണം. അയ്യോ ചേച്ചി, എനിക്കിന്നൊരു ഭയങ്കരമായ അത്യാവശ്യമുണ്ട്. ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. ചേച്ചി ഒറ്റയ്ക്ക് പൊയ്ക്കോ, വേറൊന്നും വിചാരിക്കല്ലേ. എടാ മണിയാ, കഴിഞ്ഞ 4 വർഷത്തെ വനിതാവേദി ഇലക്ഷന് പ്രകാശ് ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ചേച്ചി ആ പറഞ്ഞത് കറക്റ്റാണ്. ചേച്ചിയെ ജയിപ്പിച്ചില്ലെങ്കിലേ ഈ കോളനിക്കാര് എന്തെങ്കിലും ആവശ്യത്തിന് സർക്കിൾ ഓഫീസിൽ ചെന്നാ നമ്മുടെ പ്രകാശ് കുമാർ സാർ ആ കോളനിക്കാരെ പിടിച്ചിട്ട് കൊടയുമെന്ന് നന്നായിട്ട് ഇവിടെ ഉള്ളവർക്കറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാര്യങ്ങള്. പ്രകാശ് കുമാർ സാർ ട്രാൻസ്ഫറായി വേറെ ജില്ലയിൽ. അതുകൊണ്ട് ഈ കോളനിക്കാർക്ക് ഒരു നേട്ടവും ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ചേച്ചി ഇങ്ങനെ വെറുതെ ഇരുന്നാ തോറ്റുപോകുന്നു. ദേ മണിയ,
ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. ഞാൻ എങ്ങനെ ഈ ഇലക്ഷന് തോറ്റ പിന്നെ ഈ സുമ ജീവിച്ചിരിക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് ചേച്ചി പ്രകാശ് കുമാർ സാറിനെ ഒന്നുകൂടെ കെട്ടാനുള്ള ചാൻസ് കൊടുക്കണം? അല്ല ചേച്ചിയെ ഞാൻ ചാവാൻ അനുവദിക്കൂലെന്ന്. എന്നാ മണിയൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേച്ചിയുടെ കയ്യിൽ പണമുണ്ടോ? എത്ര വേണം? ഒരു 2000 രൂപ ചോദിക്കാം അല്ലേ? അതെ, ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? ഒരു 10,000. 10,000? എന്റെ അമ്മോ, എന്നാ പിന്നെ പെട്ടെന്ന് പോയി എടുത്തോട്ട് ചേച്ചി. ഇപ്പൊ കൊണ്ടുവരാം. 10,000 രൂപേ? എന്റെ അമ്മോ, അബദ്ധത്തിനെങ്ങാനും 2000 രൂപ ചോദിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഞാൻ ചോദിച്ചില്ലല്ലോ, ചോദിക്കാത്തത് ഭാഗ്യം. എന്നെ സമ്മതിക്കണോ? ഏതായാലും 2-3 കടങ്ങൾ തീർക്കാനുള്ള വകുപ്പായി. ദാ മണിയാ, ദേ നോക്ക്, ഞാൻ ജയിച്ചില്ലെങ്കിലേ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാ. രൂപ 10,000 ഉണ്ട്, വേണമെങ്കിൽ നീ എണ്ണി നോക്കിക്കോ. ചേച്ചി, ഈ ജവഹർ കോളനിയിൽ എനിക്ക് ആരോടെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അത് ചേച്ചിയോട് മാത്രമായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ ജവഹർ കോളനിയിലെ വനിതാ വേദിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നുവെങ്കിൽ അത് സുമാ പ്രകാശ് കുമാർ മാത്രമായിരിക്കും. ചേച്ചിക്ക് സന്തോഷമായ? എനിക്കിപ്പോഴാണ് സമാധാനമായത്. എന്റെ പറ്റിയാശ എത്ര? 425. 425. 1 2 3 4 5. 500 രൂപയുണ്ട്. ഓക്കെ ഓക്കെ. ആ നിലയില് ബാക്കി തരാം. ബാക്കിയൊന്നും വേണ്ട, നീ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോ? മണിയാ ഇതെന്തോന്നറിയത്? നിനക്കിത് എന്ത് പറ്റി? നീ ഒരാളോട് 500 രൂപ ചോദിക്കുന്നു, അയാൾ അപ്രതീക്ഷിതമായി നിനക്ക് 5000 രൂപ തരുന്നു. അപ്പൊ നീ എന്തോ ചെയ്യും? ഞാൻ അന്തം വിടും. സ്വാഭാവികമായി ആ അന്തമിടൽ തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. അല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല. മനസമാധാനായല്ല നിനക്ക്? ചെന്നിരുന്ന് കച്ചവടം ചെയ്. ചുമ്മാ അതല്ല ബിസിനസ്സിൽ രക്ഷപ്പെടാത്തത്. മനസ്സിരിപ്പൊക്കെ ഇതല്ലേ? ഒരുത്തനും നന്നാവണ കണ്ടൂടല്ലേ? മണി അടിക്കല്ലേ, പോ മണിയാ. എന്റെ അമ്മോ. ചേച്ചി നോക്കിക്കോ, ഇലക്ഷന് ചേച്ചി വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കാൻ പോണത്. അതിനുള്ള ഉപായങ്ങളൊക്കെ ഈ മണിയൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് കയറി അറിയാലേ എന്തെങ്കിലും നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ. അയ്യോ, ഇവനെവിടെ പോയി? മണിയാ, ഇവൻ എവിടെ പോയത്? ചേച്ചി, മണിയാ, ലീലാമ്മ, മറ്റേ അങ്ങോട്ട് നോക്ക്, മുമ്പോട്ട്. ലീലാമ്മേ. ലീലാമ്മയോ? മറ്റേ ലീലാമ്മ. എവിടെ? മുമ്പോട്ട്. ചേച്ചി ചെല്ല്, ചെന്ന് പരിചയപ്പെട്. ചെല്ലെന്ന്. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സുമ പ്രകാശ് കുമാർ. ഉവ്വ്, മനസ്സിലായി. CA പ്രകാശ് കുമാറിന്റെ ഭാര്യ. കുറച്ചുനാള് ഭർത്താവിന്റെ കൂടെ ജോലി സ്ഥലത്ത് പോയിരുന്നു അല്ലേ? അതാ നമുക്ക് പരിചയപ്പെടാൻ കഴിയാഞ്ഞ്. അതെ അതെ, പ്രകാശ് കുമാർ ഏട്ടൻ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് തുമ്പ കണ്ടെത്താൻ തുമ്പയില്ല. ഞാനും കൂടെ തുമ്പയിൽ പോയിരുന്നു. എന്നിട്ട് തുമ്പ് കിട്ടിയോ? തുമ്പ ഉടനെ കിട്ടും. കൂടെ പ്രകാശ് ഏട്ടന് പ്രമോഷനും. ഓ, എനിക്കും തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ കോളനിന്ന് എല്ലാരും കൂടെ വന്ന് പ്രഷർ ചെയ്തപ്പോ മത്സരിക്കാന്ന് ഞാനങ്ങ് സമ്മതിച്ചേ ഉള്ളൂ. ഓ, എനിക്കും തീരെ താല്പര്യമില്ലായിരുന്നു. ഉത്തരവാദിത്തമുള്ള സ്ഥാനം ഏറ്റെടുത്താൽ ഭയങ്കര ടെൻഷനാ. കുറച്ചു നാളായിട്ട് ഞാൻ അത് അനുഭവിച്ചോണ്ടിരിക്കുകയാണേ. പ്രകാശ് ഏട്ടന്റെ അടുത്ത് കുറച്ചു ദിവസം പോയി നിന്നതും അതുകൊണ്ട് തന്നെയാ. പക്ഷേ അവിടെ എനിക്ക് സ്വസ്ഥത തരണ്ടേ? ഇവിടുന്ന് തുരുതുരാ ഫോണല്ലേ. എനിക്ക് പ്രകാശ് ഏട്ടന് നേരെ ചൊവ്വേ ഉറങ്ങാൻ പോലും പറ്റാതായി. ഞാൻ മത്സരിച്ചില്ലെങ്കിൽ ഈ കോളനിന്ന് പലരും താമസം മാറി പോകുന്നുവരെ ഭീഷണി. അങ്ങനെ എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങു പോന്നു. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. വീണ്ടും കാണാം. ഓക്കേ, കാണാം. വീണ്ടും കാണണം. ഞാൻ വനിതാ വേദിയുടെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുമ്പോ നിങ്ങൾ എന്നെ വന്ന് കാണും. ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഈ സുമ മരിക്കും വരെ ഈ കോളനിയിലെ പ്രസിഡന്റ് കസേര വിട്ടുതരില്ല. നമുക്ക് കാണാം. ചേച്ചി, പരിചയപ്പെട്ട അവരെ? എടാ മണിയ, നീ ഇത്ര നേരം എവിടെയായിരുന്നടാ? അല്ല, നിങ്ങൾ 2 VIP പരിചയപ്പെടുമ്പോ ഈ മണിയൻ ഇവിടെ എന്തെന്ന് കാര്യം?
അവര് പോയാ ആ പോയി വാ, വാ, പോയി, വാ. പോയി. പരിചയപ്പെട്ടല്ലേ എനിക്കത് മതി വാ, വാ. ആ, വാ, പോ. ചേച്ചി ഇതിലിപ്പോ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. എന്നാലും ബാലപ്പ, അശോകൻ ചേട്ടന്റെ ജോലിക്കാരൻ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് അവർ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഛേ ദേ ചേച്ചി, ഈ വിസ എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പം കിട്ടുന്ന കാര്യമല്ല. എൻ്റെ കാര്യം തന്നെ എടുക്ക്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് 15 വർഷമായി. പക്ഷെ ഒരു കുഴപ്പം, എൻ്റെ ട്രേഡ് അതവിടെ ഇല്ല. ബാലപ്പന്റെ ട്രേഡ് എന്താ? ഈ എൻ്റെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. പക്ഷെ ഈ ട്രേഡ് അവിടെ ഇല്ല. ആ, അത് ശരിയാ. അവിടെ എല്ലും മുറിയെ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല ചേച്ചി തീരുമാനം പറഞ്ഞില്ല. തീരുമാനം ഓഹോ, ചേച്ചിക്ക് ആ സുമാ മാഡത്തിൻ്റെ കൂടെ ചേരാനായിരിക്കും ഇഷ്ടം അല്ലേ? ആ പക്ഷേ ദേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ CA പ്രകാശ് കുമാർ നാട്ടിൽ പോയിരിക്കുക, ട്രാൻസ്ഫറാന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സുമയ്ക്ക് ഈ കോളനിയിൽ പുല്ലുവിലയാണ്, പുല്ലുവില. ഇതാ ഇങ്ങോട്ട് നോക്കിയാ, അവരിത്തവണ തോക്കും. ആണോ? ആ എനിക്കൊരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നിട്ട് ഇൻഫർമേഷനാ. പിന്നെ ദേ അവസാനം ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് എന്നോട് ചോദിക്കരുത്. ആ ഓ ഇതൊന്നും നടക്കത്തില്ല. ദേ എനിക്ക് പോയിട്ട് വിവിധ പരിപാടികളുണ്ട് ചേച്ചി. ബാലപ്പ, ആ. ഞാനൊരു തീരുമാനം എടുത്തു. ആ ഞാൻ പോയി ലീലാമ്മ മാഡത്തിൻ്റെ അടുത്ത് പറയട്ടാ. എന്ത്? ലീലാ മാഡത്തിനോട് ചേരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ വിലപ്പെട്ട സമയങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കളഞ്ഞിരിക്കുന്നത്. ബാലപ്പൻ, അശോകൻ വിസയുടെ കാര്യം ശരിയാക്കോ? ചേച്ചി, ലീലാമ്മ മാഡത്തിൻ്റെ സ്പോൺസർ അറബി യൂറോപ്പിൽ പോയിരിക്കല്ലേ. അങ്ങേര് മടങ്ങി വന്നാൽ ആദ്യം അടിക്കുന്നത് അശോക് സാറിന്റെ വിസ ആയിരിക്കും എന്നാണ് ലീലാമ്മ മാഡം പറഞ്ഞിരിക്കുന്നത്. ആ എങ്കിൽ ലീലാ മാഡത്തിനോടൊപ്പം ഞാനും ഉണ്ട്. ശ്ശോ. ബാലപ്പന് സന്തോഷം. ആണോ? ശ്ശോ. ഇലക്ഷൻ ചെലവിന് ലീലാമ്മ മാഡം 15,000 രൂപ എനിക്ക് തന്നതാ. ഒരാളെ എങ്കിലും പിടിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ബാലപ്പ, എന്തിനാ കരയണേ? ഒന്നുമില്ല ചേച്ചി, ആനന്ദോ. ആനന്ദോ? ആനന്ദ കണ്ണീരാ, ആനന്ദ കണ്ണീര്. ഞാൻ അങ്ങോട്ട് ഈശ്വര. എടാ ബാലപ്പെണ്ണ, അത് ചത്ത കോഴനെ വീണ്ടും കടിച്ചു കൊല്ലല്ലേ. അതങ്ങനെ ലീലാമ്മയുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച ചിക്കൻ അല്ലേ, ഇത്തിരി പാട് പെടും. ഇത് കണ്ട സുമച്ചേച്ചിയുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച ചിക്കനാ, നല്ല പൂ പോലത്തെ ചിക്കൻ. പക്ഷെ എരി വെച്ചിട്ട് കൂടുതല്. മണിയാ, നീ പുതിയ ഷർട്ടൊക്കെ പുതിയ ഷർട്ട്, പുതിയ മുണ്ട്, പുതിയ ചെരുപ്പ്. ഞാൻ ഭയങ്കര സെറ്റപ്പിലാ. അടങ്ങ്. മണിയാ, സുമാ മാഡത്തെ തോപ്പിക്കാൻ നീ കൂടെ സഹായിച്ചാൽ ലീലാമ്മ മാഡത്തിന് 5,000 രൂപ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. മണിയനെ നന്ദികേട് കാണിക്കത്തില്ല. ഞാനിപ്പോ തിന്നോണ്ടിരിക്കുന്നതേ സുമച്ചേച്ചിയുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച ചിക്കനാ. അല്ല ബാലപ്പെണ്ണ, എത്ര രൂപ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ? 5,000 രൂപ. 5,000 ഒരു 10,000 രൂപ പറ്റും. അതൊന്നും പറ്റത്തില്ല. 5,000 രൂപ 5,000 രൂപ. പിന്നെ പോയി പള്ളി പറയും. നല്ലൊരു കാര്യം പറഞ്ഞ പണ്ടേ നിന്റെ തലേ കയറൂല. പറ്റൂല ബാലപ്പേട്ട. 5,000 രൂപയ്ക്ക് വേണ്ടി ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒറ്റ കൊടുക്കാൻ ഈ മണിയനെ കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങള് വേറെ ആളെ നോക്കി കേട്ടാ. 5,000 ഉലുവ. ഓ ഒരു ചിക്കനൂടെ ഞാൻ തിന്നാം. ഏതൊരു സ്ഥാനാർത്ഥിയുടെ ആയാലും കുഴപ്പമില്ല. കുറെ നാളുകൾക്ക് ശേഷം 2 ചിക്കൻ ഒരുമിച്ച് തിന്നുന്നത്. ഹലോ, അതെടുക്കല്ലേ? എടുക്കാൻ മറന്നു. അത് വെച്ചിട്ട് പോടാ. പിന്നെ കഷ്ടം. ഇതേതാ മിസ്റ്റർ യൂണിവേഴ്സ് കോഴിയുടെ? വനിതാവേദി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ലീലാമ്മയെ വിജയിപ്പിക്കുക.
വിജയിക്കാതെ എവിടെ പോന്ന്? അടിപൊളി. ആ മാഡം, എല്ലാരും എത്താറായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഈ വീട്ടിൽ വെച്ച് നടത്തുന്നത് ആ സുമാ പ്രകാശ് കുമാറിന് തീരെ രസിച്ചിട്ടില്ല. ഇത്ര നാളും എല്ലാം അവരുടെ കൺട്രോളിലായിരുന്നല്ലോ. അതിനൊരു മാറ്റം ഉണ്ടാവുമ്പോ ചെറിയ മനോവേദനയൊക്കെ തോന്നും. മാഡം പ്രസിഡന്റായി ജയിച്ചു കഴിഞ്ഞാ ചിലപ്പോ അവര് വല്ല കടുങ്കൈ ചെയ്ത് കളയുമെന്നാണ് എന്റെ പേടി. ദേ അവരൊക്കെ വന്നു തുടങ്ങി. നീ ഒന്ന് സ്വീകരിച്ചിരുത്ത. ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? അർച്ചന മാഡോ സുഗറ മാഡോ? നിങ്ങൾ നടന്നാണോ വന്ന? അതെ. അയ്യോ, ഒരു വാക്ക് പറഞ്ഞിരുന്നത് ഞാൻ കാർ വിട്ട് തരത്തില്ലായിരുന്നാ? നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. അതെ, മറ്റുള്ളവരാരും വന്നില്ലേ? കുറച്ചു പേര് വന്നു, കുറച്ചു പേര് വന്നോണ്ടിരിക്കുന്നു. പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലീലാമ്മ മാഡം പ്രസിഡന്റ് ആവുമെന്ന് ഉറപ്പിക്കാമല്ലോ. നോക്കാം. നോക്കിയാ പോരാ. തൊട്ടിരിക്കും. ലീലാമ്മ മാഡം പ്രസിഡന്റ് ആയെങ്കിൽ അഴിമതി കാണിക്കായിരുന്നു. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ചന്ദ്രികയും അറിയാമേക്കല്ലേ? അയ്യോ, ഞങ്ങൾ അർച്ചനയും സുഹറയുമാ. അത് ഒരിക്കലല്ലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പേര് പെട്ടെന്ന് ഓർത്തില്ല. എന്ന് പരിചയപ്പെട്ടു? നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ? അല്ല, ഇനി എന്നും പരിചയപ്പെടാനുള്ളതാണല്ലോ. അതെ, ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്ക്. ഞാനിപ്പോ വരാം. വോട്ട് കിട്ടാനുള്ള അടവാ. നിങ്ങൾ ഇങ്ങനെ നിക്കാണ്, ഇതൊക്കെ എടുത്ത് കഴിക്ക്. ഇതാണ്ട അലിബായ് ജിലേബി ഇരിക്ക്. ഇതാണ്ട ജിലേബി, മുറുക്ക്, പക്കാട ഒക്കെ എടുത്ത് തിന്ന്. എന്നാ മിച്ചറൊക്കെ വാരി തിന്ന്. വോട്ട് ചെയ്യാനുള്ളതല്ലേ? കഴിക്കേ. കഴിക്കുന്നേ. അമ്മ, ശരി. എടാ മണിയാ, എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ വീട്ടിൽ വെച്ച് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല. അത് കറക്റ്റാണ്. പക്ഷേ നിരാലംബയിലെ ഭൂരിപക്ഷ അംഗങ്ങളും എലക്ഷൻ ഈ ലീലാമ്മയുടെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? വനിതാ വേദി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ലീലാമ്മയെ വിജയിപ്പിക്കുക. ലീലാമ്മയെ ഇപ്പൊ തന്നെ വിജയിപ്പിക്കാം. ഇനി എന്നാ ചേച്ചി? ലീലാമ്മയെ വിജയിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. കൊള്ളാം. തലോത്തനായി പോയി. എടാ പെട്ടെന്ന് ഒട്ടിക്കേ. ഇതൊക്കെ സമയം എടുത്ത് ഒട്ടിക്കണം. 10 പേര് കാണാനുള്ളതാ. വനിതാ വേദി പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുമാ പ്രകാശ് കുമാറിനെ വിജയിപ്പിക്കുക. അടിപൊളി അടിപൊളി. എടാ മണിയാ, നീ പറഞ്ഞില്ലേ എല്ലാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന്? അങ്ങനെ എല്ലാരും അവർക്ക് സപ്പോർട്ട് ചെയ്താ ഞാൻ തോൽക്കില്ലേടാ. അതാ എന്റെ പേടി. അങ്ങനെയാണെങ്കിൽ തോക്ക്. കറക്റ്റാണ്. എന്റെ ചേച്ചി ധൈര്യമായിട്ട് ഇതിലോട്ടൊന്ന് ഇരുന്നേ. ജയിക്കാനുള്ള ഒരു വഴി മണിയാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടിരുന്നേ. അങ്ങോട്ടിരിക്കും. ചേച്ചി, ഇതെന്താണ്? ഇത് പേനയല്ലേ? സംശയല്ലേ? ഇല്ല. എന്നാ നോക്കിക്കോ. ഇത് കണ്ട, ഇതില് ചുറ്റിയിരിക്കുന്നതേ വശീകരണ മന്ത്രം ജപിച്ച തകിടാണ്. എന്തിന്? വശീകരിക്കാൻ. നീ എന്തുവാടാ ഈ പറയുന്നേ? സത്യമാണ് ചേച്ചി. ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ചേച്ചിക്ക് വോട്ട് ചെയ്യില്ലെന്നുറപ്പുള്ള ആളിന്റെ കയ്യിൽ ഈ പേന കൊടുത്താൽ അവർ ചേച്ചിയുടെ പേരെ എഴുതൂ. അതായത് ഈ പേന എപ്പോൾ അവരുടെ കയ്യിൽ എത്തുന്നുവോ അപ്പോൾ മുതൽ അവർ നമ്മളിൽ ആകൃഷ്ടരായി കഴിഞ്ഞിരിക്കും. ഈ കൂട് വിട്ട് കൂട് മാറുമെന്നർത്ഥം. അത് കൊള്ളാലോടാ മണിയാ, നീ ആളൊരു മഹാൻ തന്നെ. ഞാൻ ഒരു ഭയങ്കര തന്നെ അല്ലെങ്കിലും. അപ്പൊ ചേച്ചിക്ക് ഞാൻ പറഞ്ഞ സംഭവം പിടികിട്ടിയല്ലേ? ബാലപ്പം വരണം. ചായക്കട തുടങ്ങാൻ പോന്നാ? എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? വേണ്ട വേണ്ട വേണ്ട. നമസ്കാരം മാഡം. അങ്ങോട്ടേക്ക് പോവല്ലേ? അവിടെ ഇന്നലത്തെ ഉഴുന്നോടെ പരിപ്പോടാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ല ഫ്രഷ് ഐറ്റംസ് ആണ്. ലഡു, ജിലേബി, മിക്സർ, പഴം എല്ലാം. നീ ഇത്ര ചീപ്പാവല്ലേ? ചീപ്പായത് നിങ്ങളാണ്. സുമാ പ്രകാശ് കുമാറിന് കിട്ടേണ്ട പല വോട്ടുകളുമാണ് നിങ്ങൾ പഴയ പരിപ്പുവടയും ഉഴുന്നുവടയും കൊടുത്ത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ലീലാമ്മ മാഡത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് തറ കളി ഞാൻ നിങ്ങൾ രണ്ടാളും കൂടെ കടിപിടി കൂടണ്ട. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് അയ്യോ ചേച്ചി,
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേണ്ട. ഞാൻ മണിയെ നേരത്തെ കണ്ടില്ലേ? ആ അവിടെ ആ, അവിടെ ആ, പോടാ. അല്ല അവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഛെ, പോടാ. വേണ്ടേ? ഡേയ്, ഞാൻ പോടാ. പോവാ കഷട്ടി. നീ പോടാ. കരിക്കാലി. ഓ, ദൈവമേ, പാർലമെന്റ് ഇലക്ഷൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. മായ മാഡം ഒന്ന് നിന്നെ. എന്താ? പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി അറിയാലോ അല്ലേ? ദോണ്ടിരിക്കണ്. എന്റെ സ്ഥാനാർത്ഥിയെ എനിക്കറിയാം. ആ. നീ ചൂണ്ടിക്കാണിക്കണ്ട. അയ്യോ, കണ്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഡാ, എന്റെ കണ്ണേ ഒരു കുഴപ്പമില്ല. ആരാരൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും നന്നായിട്ട് അറിയാട്ടാ. ആ പിന്നെ മരണം വരെ ഒരാൾ തന്നെ ആയിരിക്കണം പ്രസിഡന്റ് എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. നടക്കുന്നവൻ. ശരി, ടാറ്റ. ചേച്ചി ഇപ്പൊ പോയതേ കിട്ടൂല. ഒന്ന് പോടാ അവിടുന്ന്.